38-ാം ദിവസം ഷാഫിയുടെ അകമ്പടിയോടെ മാസ് എൻട്രി നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഇവിടെ കയ്യും വിട്ടും കാലും വിട്ടുമെന്ന് പറഞ്ഞ BJP DYFI കൂട്ടമൊക്കെ ഇപ്പോൾ ഓടി ഒളിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതിനു മുൻപ് സഭയിൽ കയറിയ ശേഷം മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുമെന്ന് സൂചന പുറത്തു വന്നതിന് ശേഷം വെളുപ്പിനെ 4 മണിക്കാണ് പ്രതിഷേധക്കാർ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രക്ഷോഭവുമായി വന്നത്. ഇവിടെ തീർച്ചയായും നമുക്ക് പറയാം, എല്ലാവരുടെയും വാ അടപ്പിച്ചുകൊണ്ട് മാങ്കൂട്ടം എന്ന തന്റെ രാഷ്ട്രീയ ശിഷ്യനെ പാലക്കാട്ടേക്ക് എത്തിക്കുക എന്നത് ഷാഫിയുടെ നിർബന്ധിത ബുദ്ധി തന്നെയായിരുന്നു. കാരണം കോൺഗ്രസിന് വേണ്ടി എന്തിനും ഏതിനും മുന്നിൽ നിന്ന ഒരു യുവ നേതാവിനെ വെട്ടി നിരത്തി ഇല്ലാതാക്കാൻ ആരൊക്കെ കച്ചകെട്ടി ഇറങ്ങിയാലും ശരി, അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയല്ല, കാണിച്ചു കൊടുക്കുകയാണ് പാലക്കാടിന്റെ സ്വന്തം പുത്രനായ ഏറെ ജനകീയനായ വടകരയുടെ MP ഷാഫി പറമ്പിൽ. കാരണം മാങ്കൂട്ടം വിഷയത്തോടെ തന്നെ കൂടി ഒതുക്കി തീർത്തില്ലാതാക്കാൻ പഠിച്ച പണി 18 നോക്കിയവരെയൊക്കെ നക്ഷത്രം എണ്ണിക്കുകയാണ് ഷാഫി. പുലർച്ചെ 2 മണിക്ക് അടൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിൽ പോയതിനു ശേഷം തന്റെ MLA കാറിൽ തന്നെയാണ് മാങ്കൂട്ടം 38 ദിവസങ്ങൾക്കിപ്പുറം പാലക്കാട് എത്തുന്നത്. MLA കാറിൽ തന്നെ തന്റെ മണ്ഡലത്തിലൂടെ രാഹുൽ ഇപ്പോൾ വിലസുകയാണ്. കരിങ്കടി കാണിക്കുന്ന ടീമുകളൊക്കെ എവിടെ പോയി എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. സത്യത്തിൽ മാങ്കൂട്ടത്തിലിന്റെ തിരിച്ചുവരവിനെ ഒളിച്ചു വന്നതാണ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ഒന്നോർക്കണം. സ്വന്തം MLA കാറിൽ പച്ച വെളിച്ചത്തിൽ പട്ടാപ്പകലാണ് മാങ്കൂട്ടം പാലക്കാട് എത്തുന്നത്. നിഖിൽ കണ്ണാടി, പ്രക്ഷോഭ് എന്നീ ഷാഫി പറമ്പിലിനോടൊപ്പം നിൽക്കുന്ന 2 നേതാക്കളാണ് ഇപ്പോൾ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ളത്. തീർച്ചയായും ഷാഫിയുടെ വലിയ പ്ലാനുകൾ ഇതിനു പിന്നിലുണ്ട്. കാരണം താൻ ഒഴിഞ്ഞ മണ്ഡലത്തിൽ തന്റെ ശിഷ്യത്വം സ്വീകരിച്ച മാങ്കൂട്ടത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ മാങ്കൂട്ടത്തെ MLA കാറിൽ തന്നെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നത്. ഇവിടെ BJPക്കും CPM-നും ഒന്നും ചെയ്യാനാവാത്തത് കൊണ്ട് അവർ പുതിയൊരു അടവ് നയം എടുത്തിരിക്കുന്നു. സ്വകാര്യ പരിപാടിക്ക് വരുന്നതിനോ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പകരം MLA എന്ന നിലയിൽ പൊതുപരിപാടികൾ പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ തടയൂ എന്നാണ് എന്നോർക്കണം. ഇവരുടെ വാദം ഇപ്പോൾ ഇതാണ്. ഈ സ്ത്രീ പീഡകനെ ഞങ്ങളുടെ മണ്ണിലേക്ക് എത്തിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ കിടന്ന് ഉരുണ്ടു പറയുന്നത്. സ്വകാര്യ വാഹനത്തിലല്ല മാങ്കൂട്ടം എത്തിയത് എന്ന് ഓർക്കണം. പകരം MLA എന്ന ഔദ്യോഗിക കാറിൽ, അതും തന്നെ MLA ആക്കിയ മണ്ഡലത്തിലേക്ക് തന്നെ വന്നിറങ്ങുകയാണ്. ഇതിലും വലിയ ഒരു എൻട്രി മാങ്കൂട്ടത്തിന് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. ആ മാസ് എൻട്രി നമുക്കൊന്ന് കാണാം. ഇന്നെന്താ പരിപാടി? പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് MLA ഓഫീസിൽ കാണും? ഒരു സൈഡ് നിൽക്കും അവിടെ. എന്റെ ബ്രദർ ശുചിത്വ മിഷനിലോ ടൗണിൽ തന്നെയാണ്. ഇന്നെന്താ പരിപാടി? പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് MLA ഓഫീസിൽ കാണും? ഞാൻ കാണേണ്ടപ്പോ നിങ്ങളെ വിളിക്കാം, അങ്ങനല്ലേ പൊതുവെ.
സജീവമായി ഇപ്പോ ഇന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നാണ് ഈ ഡിവൈഎഫ്ഐയും BJP ഒക്കെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് വീടുകളിൽ കയറുകയാണോ ഒന്ന്? ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി എല്ലാവരും പ്രചാരണ ഘട്ടത്തിൽ മാത്രമല്ലോ ഞാൻ മാധ്യമങ്ങളെ കണ്ടോ? ഓഫീസിൽ നിന്ന് അറിയിക്കാം. ഓഫീസിലേക്കാണോ? ഓഫീസിൽ നിന്ന് അറിയിക്കും. വിട്ടോ വണ്ടി എടുക്കുന്നു. ഓഫീസിൽ